ഹലോ, നമുക്ക് നല്ലൊരു ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിൻ്റെ ഹെയർ പാക്കുകളുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നമുക്ക് മുടിയെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുന്ന രീതിയിൽ കിട്ടും. അതായത് നമുക്ക് കൂടുതൽ ഷാമ്പു ഉപയോഗിക്കേണ്ട. അപ്പോൾ എന്താണ് ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നര കുറയും, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ വളരെയധികം കുറയും, അതുപോലെ സ്കാൽപ്പിൽ ഡ്രൈനെസ് കുറയും. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഹെയർ പാക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ ഹെയർ പാക്കിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റും, നമുക്ക് യോജിക്കുന്ന രീതിയിൽ. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചിലവർക്ക് താളി പറ്റില്ല, ചിലവർക്ക് മൈലാഞ്ചി പറ്റില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് എന്താണോ യോജിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പാക്കുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനെപ്പോഴും നമുക്ക് ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ മുരിങ്ങയില ഉണക്കി വെക്കും എപ്പോഴും. മുരിങ്ങയില ഉണക്കിയതാണ്, നന്നായിട്ട് ഉണക്കി പൊടിച്ചത് വേണം നമുക്ക്. ഡയറക്റ്റ് എണ്ണ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എണ്ണ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഫ്രൂട്ട്സ്, ഫോർ എക്സാമ്പിൾ ഡ്രൈഡ് കോക്കനട്ട്, ഇതിപ്പോൾ ഒലിവുങ്കായ ഞാൻ ഉണക്കി വെച്ചതാണ്, അതുപോലെ അവോക്കാഡോ, എള്ള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. തേങ്ങ, കോക്കനട്ടിന് പകരം ഞാൻ അഡ്വൈസ് ചെയ്യുക എള്ള് യൂസ് ചെയ്യാനാണ്. ഇല്ലെങ്കിൽ അവോക്കാഡോ ആയാലും ഉള്ളവർക്ക് അതായാലും യൂസ് ചെയ്യാം. ഇത് എല്ലാം ഉണക്കിയത് തന്നെ യൂസ് ചെയ്യാം. കരിഞ്ജീരകം ഉണ്ടെങ്കിൽ അതും ഒത്തിരി നല്ലതാണ്, മുടിക്കായാലും സ്കാൽപ്പിനായാലും അത് ഇട്ട് കൊടുക്കാം. അത് ഞാനിതിൽ ചേർത്തിട്ടില്ല. ഇനി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, ഇപ്പോൾ അവോക്കാഡോ ചേർക്കുകയാണെങ്കിൽ അത് മതി. ഓയിലും ഉണ്ട് അതിൽ, അറ്റ് ദ സെയിം ടൈം ഫ്രൂട്ടിൻ്റെ എഫക്റ്റും കിട്ടും. ഇത് ചേർക്കുന്നത് മെയിനായിട്ട് മുടിക്ക് നല്ലൊരു ഷൈനിങ് കൊടുക്കാനും അതുപോലെ ഹെൽത്തി ഗ്രോത്തിനും വേണ്ടിയാണ്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തും. ഞാൻ പഴം ഉണക്കിയതാണ്, അത് ഏത് ടൈപ്പ് പഴമായാലും ഉണക്കിയെടുത്ത് വയ്ക്കുക, എന്നിട്ട് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ട രീതിയിലുള്ള ഹേർബ്സ്, നമുക്ക് ആവശ്യമുള്ള ഹേർബ്സ് ഈ സമയത്ത് ഞാൻ മുരിങ്ങയില, അതുപോലെ വേപ്പിൻ്റെ ഇല ഉണക്കി പൊടിച്ചത്, അരിവേപ്പിൻ്റെ ഇല ഉണക്കി പൊടിച്ചത്, അതൊക്കെ ആഡ് ചെയ്യാം. പിന്നെ അലോവേര ജ്യൂസ്, അത് ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ആഡ് ചെയ്യാം. പക്ഷേ അതിൻ്റെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ അത് അധികം നാളിരിക്കില്ല ഫ്രഷ് ആഡ് ചെയ്താൽ. അല്ലാതെ നമ്മൾ ഫിൽറ്റർ ചെയ്തൊക്കെ എടുത്ത് സൂക്ഷിച്ചിരിക്കുന്നതാണെങ്കിൽ ഞാൻ അതാണ് ആഡ് ചെയ്ത് കൊടുത്തത്. കുറച്ച് നാളും കൂടി ഇരിക്കും, കാരണം അതിലും കൂടി പ്രിസർവേറ്റീവ് ചെല്ലുമ്പോൾ. അല്ലെന്ന് വെച്ചാൽ നിങ്ങൾ റോസ് വാട്ടർ ആയാലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി, സാധാരണ വെള്ളത്തിന് പകരം. ഇനി ഡിസ്റ്റിൽഡ് വാട്ടർ ഇല്ലെങ്കിലും റോസ് വാട്ടർ മതി. ഇതിപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്, ഞാൻ ഗ്ലിസറേറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഗ്ലിസറേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ഫിൽറ്റർ ചെയ്തെടുക്കുന്ന അതിൻ്റെ ബാക്കി വരുന്ന സാധനങ്ങളാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അതുപോലെ തന്നെ റോസ്മേരി ഡ്രൈഡ് ലീവ്സ് ഉണ്ട് ഇതിൽ, പിന്നെ ഉലുവയുണ്ട്, പിന്നെ കുക്കുംബറിൻ്റെ ഗ്ലിസറേറ്റ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി, അതുപോലെ ബീട്രൂട്ടിൻ്റെ ഗ്ലിസറേറ്റ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി, അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഗ്ലിസറേറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്ലിസറിൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണ്ട, സോക്ക് ചെയ്യുന്ന സമയത്ത്. നിങ്ങൾ ഗ്ലിസറിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് മിക്സ് ചെയ്ത് അരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഗ്ലിസറിൻ മുടിക്കായാലും സ്കാൽപ്പിനായാലും ഒത്തിരി നല്ലതാണ്, നല്ല ഷൈനിങ്ങും കൊടുക്കും ഗ്ലിസറിനും. അതുപോലെ അലോവേരയും പിന്നെ നമ്മുടെ ആൽമണ്ട് ഗമ്മൊക്കെ വെച്ച് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അത് വേറൊരു വീഡിയോ ചെയ്യാം. ഇത് ആൽമണ്ട് ഗമ്മ്, ഇതും നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. അത് 1-2 മതി, ഞാൻ ഇപ്പോൾ കുറച്ചധികം ചെയ്തേ ഉള്ളൂ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി. 1-2 ധാരാളം മതി. എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വാട്ടർ ഒഴിച്ചിട്ട്, നമ്മൾ ഇതുപോലെ പ്രിസർവ് ചെയ്ത് വെക്കാൻ കുറച്ച് നാൾ ഇരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുക. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ വെള്ളമായാലും ഉപയോഗിച്ചാൽ മതി. അത് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് പിറ്റേ ദിവസം ഇതും കൂട്ടി വേണം നമ്മൾ നമ്മുടെ സോക്ക് ചെയ്ത് വെച്ച ഇത് അരച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് അരച്ചെടുക്കുക, നന്നായിട്ട് അരഞ്ഞ് കിട്ടി. ഇത് ഈ ആൽമണ്ട് ഗമ്മ് ഇല്ലാത്തവർക്ക് സാന്താൻ ഗമ്മ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതെന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ മാതിരി മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനും അതുപോലെ തന്നെ ഒരു സ്പ്രെഡ് നമുക്ക് മുടിയുമ്പോൾ പരട്ടുമ്പോൾ ഒരു സൂത്തിങ് എഫക്റ്റൊക്കെ വരാനായിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി, തലയിലും അതുപോലെ മുടിയുമേ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്പ്ലിറ്റ് എൻഡ് ഉള്ളവർക്ക് അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു മാക്സിമം നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുന്ന അത്രയും വയ്ക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് മസാജ് ചെയ്തും കൂടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ, എണ്ണ തേക്കാൻ മടിയുള്ളവർക്ക് ഒത്തിരി നല്ല കാര്യമാണ്. എണ്ണ നമുക്ക് പലപ്പോഴും പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ പിള്ളേർക്ക് അവർക്കൊന്നും എണ്ണ വലിയ താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ ഈ കെമിക്കൽ പോലെയുള്ള ഷാമ്പു ഇടും എണ്ണ തേക്കുകയാണെങ്കിൽ തന്നെ, എന്നിട്ട് കംപ്ലീറ്റ് എണ്ണ വാഷ് ചെയ്ത് കളയും. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഇപ്പോൾ ഈ എണ്ണയുടെ ഗുണമുള്ള കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, എണ്ണയുള്ള ചില കാര്യങ്ങൾ. അത് ഇനി നമുക്ക് തോന്നുവാണ് എണ്ണ കുറവാണ് എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടും നമുക്ക് കുളിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഷാമ്പു അധികം യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതാണ് ഇതിൻ്റെ വേറൊരു ഗുണം. ഒന്ന്, ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്കാൽപ്പിനും മുടിക്കും ഒത്തിരി നല്ലതാണ്. പ്ലസ് ഷാമ്പു അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇത് കെമിക്കൽ ഫ്രീ ആണ് ഈ സാധനം. അപ്പോൾ ഷാമ്പുവിൽ കെമിക്കൽ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നിര വരാനൊക്കെ ആയിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് സഹായിക്കാം.
ഉലുവ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ചെറിയൊരു ക്ലെൻസിങ് ഒരു എഫക്റ്റും കൂടി ഇതിനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഓയിലി ആയിട്ട് സ്റ്റിൽ തോന്നുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4-5 ഡ്രോപ്പ് ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. സോപ്പ് ഷാമ്പു ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. വേറെ ഒരു സർഫക്റ്റൻ്റ് അതിൽ ഉപയോഗിക്കാതെ തന്നെ സോപ്പ് ജ്യൂസ് എടുത്തിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നല്ല റിസൾട്ട് കൊണ്ടുവരും. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഇത് ഷാമ്പു ഉപയോഗിച്ചിട്ട് ഭയങ്കര പറന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കണം. മുടിക്കൊരു നല്ലൊരു സിൽക്കി ടെക്സ്ചർ ഇത് കൊണ്ടുവരും. ഹെയർ ഡ്രയർ വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹെയർ ഡ്രയർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടീഷണർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള എന്തും നമുക്ക് ഈ ഹെയർ പാക്കുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈഡ് സാധനങ്ങളായിരിക്കണം എന്ന് മാത്രം. ഇനി ഇത് ഫ്രിഡ്ജിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആഴ്ച വരെ, 3-4 ആഴ്ച വരെ, ഒരു മാസം വരെയൊക്കെ ഇരിക്കും. അത് ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജ്യൂസ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫ്രഷിന് പകരം നമ്മൾ പ്രിസർവ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ അത് കുറച്ച് നാൾ, ഒരു മാസത്തിലധികം ഇരിക്കും. അല്ല ഫ്രഷ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ഇരിക്കും. ഒരു ഫോമുലയുമായി വീണ്ടും കാണാം. ബൈ.